PSC കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്ന് തൊഴിൽ വാർത്തയിലെ എക്സാം പോർട്ടൽ നോട്ട്സ് ആണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം. ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തന കാലത്ത് ഗാന്ധിജിയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജർമ്മൻകാരനായ ജൂതൻ ഹെർമൻ കല്ലൻബാഷ്. ഹെർമൻ കല്ലൻബാഷ് ആണ് ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തന കാലത്ത് ഗാന്ധിജിയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജർമ്മൻകാരനായ ജൂതൻ. രണ്ടാമത്തേത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയായ കായിക താരമാണ് KM ബീനാമോൾ. അടുത്തത് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോമി ജെ ഭാഭ വിമാനാപകടത്തിൽ അന്തരിച്ചത് എന്ന്? 1966 ജനുവരി 24. 1966 ജനുവരി 24 ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ വിമാനാപകടത്തിൽ അന്തരിച്ചത്. ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് ആരാണ്? ഹോമി ജെ ഭാഭ. അടുത്തത് ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിന്റെ ജീവിതം ആധാരമാക്കി ഇർവിൻ സ്റ്റോൺ രചിച്ച നോവൽ ലസ്റ്റ് ഫോർ ലൈഫ് അഥവാ ജീവിതാസക്തി. എന്താണ് ലസ്റ്റ് ഫോർ ലൈഫ് എന്നുള്ളത്? ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിന്റെ ജീവിതം ആധാരമാക്കി ഇർവിൻ സ്റ്റോൺ രചിച്ച നോവലാണ്. അടുത്തത് ഇന്ത്യയുടെ ഗസൽ രാജ്ഞി എന്നറിയപ്പെടുന്നത് ബീഗം അക്തർ. ബീഗം അക്തർ ആണ് ഇന്ത്യയുടെ ഗസൽ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പൊതു താൽപര്യ ഹർജി പരിചയപ്പെടുത്തിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് PN ഭഗവതി. PN ഭഗവതിയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പൊതു താൽപര്യ ഹർജി പരിചയപ്പെടുത്തിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തത് ഫ്ലൈറ്റ് ടു പാർലമെന്റ് എന്നത് വാഹനാപകടത്തിൽ മരിച്ച ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പാണ്? രാജേഷ് പൈലറ്റ്. രാജേഷ് പൈലറ്റിന്റെ ഓർമ്മക്കുറിപ്പാണ് ഫ്ലൈറ്റ് ടു പാർലമെന്റ്. അടുത്തത് AK-47 എന്ന റൈഫിൾ രൂപകൽപ്പന ചെയ്ത റഷ്യൻ മിലിറ്ററി എഞ്ചിനീയർ മിഖായേൽ കലാഷ്നിക്കോവ്. മിഖായേൽ കലാഷ്നിക്കോവ് ആണ് AK-47 എന്ന റൈഫിൾ രൂപകൽപ്പന ചെയ്ത റഷ്യൻ മിലിറ്ററി എഞ്ചിനീയർ. അടുത്തത് സ്വന്തം രാജ്യത്തെ വിവാഹം കഴിച്ച രാജ്ഞി. സ്വന്തം രാജ്യത്തെ വിവാഹം കഴിച്ച രാജ്ഞി, കന്യകയായ രാജ്ഞി എന്നിങ്ങനെ അറിയപ്പെട്ട ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് ഫസ്റ്റ് ആണ് സ്വന്തം രാജ്യത്തെ വിവാഹം കഴിച്ച രാജ്ഞി അഥവാ കന്യകയായ രാജ്ഞി എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് രാജ്ഞി. അടുത്ത ചോദ്യം, ഹിറ്റ്ലറുടെ നാസി പടയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന SS എന്നറിയപ്പെട്ട അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ നാമം? ഷുട്ട് സ്റ്റാഫൽ. ഷുട്ട് സ്റ്റാഫൽ ആണ് ഹിറ്റ്ലറുടെ നാസി പാർട്ടിക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന SS എന്നറിയപ്പെട്ട അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ നാമം. അടുത്തത് ഏപ്രിൽ പ്രബന്ധങ്ങൾ ഏത് റഷ്യൻ നേതാവുമായി ബന്ധപ്പെട്ടതാണ്? ലെനിൻ. ലെനിനുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ പ്രബന്ധങ്ങൾ. അടുത്തത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പദവികൾ വഹിച്ച VV ഗിരി ഏത് കാലയളവിലാണ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത്? VV ഗിരി കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത് 1960, 1965 കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വിഭവം എന്ന് UN വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വിഭവം എന്ന് UN വിശേഷിപ്പിച്ചത് ജലത്തെയാണ്. ജലം തന്നെയല്ലേ ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വിഭവം? അടുത്തത് ബാബുജി എന്ന പേരിൽ അറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ആണ് ബാബുജി എന്ന പേരിൽ അറിയപ്പെട്ടത്. ബാപ്പുജി എന്നറിയപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. ബാപ്പുജി ഗാന്ധിജി, ബാബുജി ജഗ്ജീവൻ റാം. അടുത്തത് ശ്രീനിവാസ രാമാനുജനെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു വരുത്തിയ പ്രസിദ്ധ ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? GH ഹാൽഡി. GH ഹാൽഡി ആണ് ശ്രീനിവാസ രാമാനുജനെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ബ്രിട്ടീഷ് ഗണിത ശാസ്ത്രജ്ഞൻ. അടുത്തത് MD വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിന്റെ പശ്ചാത്തലം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ. MD വാസുദേവൻ നായരുടെ നോവലാണ് മഞ്ഞ്.
ഇതിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിതാളാണ്. അടുത്തത് ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? അലക്സാണ്ടർ പുഷ്കിൻ. അലക്സാണ്ടർ പുഷ്കിനെയാണ് ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നഗരം? പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നഗരം. അടുത്തത് ഇറ്റലിയിലെ വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം നിരീക്ഷിക്കവേ മരിച്ച പുരാതന റോമൻ പണ്ഡിതൻ? പ്ലീനി. പ്ലീനിയാണ് ഇറ്റലിയിലെ വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം നിരീക്ഷിക്കവേ മരിച്ച പുരാതന റോമൻ പണ്ഡിതൻ. അടുത്തത് യഹൂദരായ എത്യോപ്യക്കാർ അറിയപ്പെടുന്ന പേര്? ഫലാഷ. ഫലാഷ എന്നാണ് യഹൂദരായ എത്യോപ്യക്കാർ അറിയപ്പെടുന്നത്. അടുത്തത് ബുദ്ധമത ഗ്രന്ഥമായ അഭിധർമ്മ കോശം രചിച്ചത് ആര്? വസുബന്ധു. വസുബന്ധുവാണ് ബുദ്ധമത ഗ്രന്ഥമായ അഭിധർമ്മ കോശം രചിച്ചത്. അടുത്തത് സാമ്രാജ്യ സിംഹാസനം കാട്ടെലിയോട് തോറ്റുപോയി എന്ന പ്രസ്താവന ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമ്രാജ്യ സിംഹാസനം കാട്ടെലിയോട് തോറ്റുപോയി എന്ന പ്രസ്താവന ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഔറംഗസേബിന്റെ മുഗൾ സേന ശിവജിയുടെ മറാത്ത സേനയോട് പരാജയപ്പെട്ട യുദ്ധത്തെയാണ് സാമ്രാജ്യ സിംഹാസനം കാട്ടെലിയോട് തോറ്റുപോയി എന്ന പ്രസ്താവന കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് ന്യൂഡൽഹിയിൽ വിദേശ സ്ഥാനപതി മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പേര്? ചാണക്യപുരി. ന്യൂഡൽഹിയിൽ വിദേശ സ്ഥാനപതി മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പേരാണ് ചാണക്യപുരി. അടുത്തത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആധിപത്യത്തിനു വേണ്ടി പോരാടിയ ഒരു പടനായകനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് വിശേഷിപ്പിച്ചത് സ്വർഗജാതനായ ജനറൽ എന്നാണ്. ഈ 49-ാം വയസ്സിൽ സ്വയം ജീവനൊടുക്കിയ വ്യക്തിയുടെ പേര് എന്താണ്? റോബർട്ട് ക്ലൈവ്. എന്താണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് സ്വർഗജാതനായ ജനറൽ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? റോബർട്ട് ക്ലൈവിനെയാണ്. അടുത്തത് ഖെമർ ജനത കൂടുതലായി അധിവസിക്കുന്ന രാജ്യം? ഖെമർ ജനത കൂടുതലായി അധിവസിക്കുന്ന രാജ്യമാണ് കംബോഡിയ. കംബോഡിയാണ് ഖെമർ ജനത കൂടുതലായി അധിവസിക്കുന്ന രാജ്യം. അടുത്തത് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ മരിച്ചത് എങ്ങനെ? വിമാനാപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് 1968 മാർച്ച് 27-ന്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിൻ. അദ്ദേഹം അന്തരിച്ചത് 1968 മാർച്ച് 27-ന് വിമാനാപകടത്തിലാണ്. അടുത്തത് സംഗീത നൃത്ത വിദഗ്ധകളായ ഗെയ്ഷകൾ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാൻ. സംഗീത നൃത്ത വിദഗ്ധകളായ ഗെയ്ഷകൾ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാൻ. അടുത്തത് ഫെബ്രുവരി 29-ന് ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. 1896 ഫെബ്രുവരി 29-നാണ് മൊറാർജി ദേശായി ജനിച്ചത്. അടുത്തത് ആസാമിൽ 598 വർഷക്കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം? അഹോം. അഹോമാണ് ആസാമിൽ 598 വർഷക്കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം. അടുത്തത് ബ്യൂട്ടി ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരം? ബ്യൂട്ടി ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരമാണ് സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോം ആണ് ബ്യൂട്ടി ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരം. സ്വീഡന്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം. അടുത്തത് പഷ്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗങ്ങളാണ്? അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ജനവിഭാഗങ്ങളാണ് പഷ്തൂണുകൾ. സാൻജോ പാൻസ എന്ന കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ്? സാൻജോ പാൻസ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവാണ് സെർവാന്റിസ്. സെർവാന്റിസ് ആണ് സാൻജോ പാസ എന്ന കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ്. അടുത്തത് നെപ്പോളിയൻ ബ്രിട്ടനെതിരെ പ്രയോഗിച്ച സാമ്പത്തിക ഉപരോധം? കോണ്ടിനെന്റൽ പദ്ധതി. കോണ്ടിനെന്റൽ പദ്ധതി എന്ന് പറയുന്നത് നെപ്പോളിയൻ ബ്രിട്ടനെതിരെ പ്രയോഗിച്ച സാമ്പത്തിക ഉപരോധമാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം? രാമവർമ്മപുരം, തൃശൂർ. തൃശൂരിലെ രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. ആദ്യ
ആദ്യ കോമൺവെൽത്ത് ഗെയിം നടന്ന വർഷം 1930 ആദ്യ കോമൺവെൽത്ത് ഗെയിം നടന്നത്. കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിം നടന്നത് 1930. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥാപിതമായ വർഷം. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1958. 1958 ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥാപിതമായത്. അടുത്തത് ഫ്രണ്ട്സ് നോട്ട് മാസ്റ്റേഴ്സ് ഏത് മുൻ പാക് പ്രസിഡന്റിന്റെ ആത്മകഥയാണ്? അയൂബ് ഖാൻ. അയൂബ് ഖാന്റെ ആത്മകഥയാണ് ഫ്രണ്ട്സ് നോട്ട് മാസ്റ്റേഴ്സ്. അദ്ദേഹം മുൻ പാക് പ്രസിഡന്റ് ആയിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ചൈനയിൽ ബോക്സർ ലഹള നടന്നത്? 1899 മുതൽ 1901 വരെയുള്ള കാലഘട്ടത്തിലാണ് ചൈനയിലെ ബോക്സർ ലഹള അഥവാ ബോക്സർ റിബലിയൻ നടന്നത്. 1940 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പദവി രാജിവെക്കേണ്ടി വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നെവിൻ ചേംബർലൈൻ ആണ് 1940 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാജിവെക്കേണ്ടി വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്താണ്? നൃത്തം ഏത് സംസ്ഥാനത്തുള്ളതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ നൃത്തരൂപമാണ്. അടുത്തത് ഉറങ്ങിക്കിടന്ന രാക്ഷസൻ ഉണർന്നെഴുന്നേറ്റു എന്ന വിശേഷണം ഏത് രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ പറ്റി ഉള്ള പരാമർശമാണ്? ചൈന. ഉറങ്ങിക്കിടന്ന രാക്ഷസൻ ഉണർന്നെഴുന്നേറ്റു എന്ന പരാമർശം എന്ന വിശേഷണം ചൈനയെ കുറിച്ചുള്ള പരാമർശമാണ്. തടങ്കൽ പാളയം എന്ന സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ്? ബൂബർ യുദ്ധത്തിലാണ് തടങ്കൽ പാളയം എന്ന സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കപ്പെട്ടത്. ഫ്രഞ്ച് ജനത അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങൾക്കായി സ്വാതന്ത്ര്യ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് എന്ന്? 1886 ഒക്ടോബർ 28. 1886 ഒക്ടോബർ 28 ഫ്രാൻസ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്. അടുത്തത് അൺഫിനിഷ്ഡ് ജേർണി ഏത് വയലിനിസ്റ്റിന്റെ ആത്മകഥയാണ്? യൂദി മെനുഹിന്റെ ആത്മകഥയാണ് അൺഫിനിഷ്ഡ് ജേർണി. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വൃത്താന്ത പത്രശൃംഖല ആരംഭിച്ചത് ആര്? രാംനാഥ് ഗോയങ്കയാണ് ഇന്ത്യയിൽ ആദ്യമായി വൃത്താന്ത പത്രശൃംഖല ആരംഭിച്ചത്. അടുത്തത് തിരുവിതാംകൂർ ചരിത്രത്തിൽ നാവു പിഴുത് സ്വയം ജീവനൊടുക്കിയതായി പറയപ്പെടുന്ന വനിത? ഉമ്മിണി തങ്കയാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യമായി സ്വയം നാവു പിഴുത് ജീവനൊടുക്കിയതായിട്ട് പറയപ്പെടുന്ന വനിത. അടുത്തത് രാവണന്റെ പത്നിയുടെ പേര്? മണ്ഡോദരി എന്ന് പറയുന്നത് രാവണന്റെ പത്നിയാണ്. അടുത്തത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ക്ഷിപ്ര നദീതീരത്താണ് മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുമ്പ് ഒളിവു ജീവിതം നയിക്കവേ സ്വീകരിച്ച കാകാ ബാബു എന്ന പേരിൽ അറിയപ്പെട്ട ബംഗാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ്? മുസഫർ അഹമ്മദ് ആണ് ഒളിവ് കാലത്ത് കാകാ ബാബു എന്ന പേര് സ്വീകരിച്ചത്, എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും, ചാൾസ് ഡിക്കൻസിന്റെ രണ്ട് നഗരങ്ങളുടെ കഥ, അലക്സാണ്ടർ ഡ്യൂമാസിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ തുടങ്ങിയ വിഖ്യാത കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വനിത ആനി തയ്യിലാണ് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും, ചാൾസ് ഡിക്കൻസിന്റെ രണ്ട് നഗരങ്ങളുടെ കഥ, അലക്സാണ്ടർ ഡ്യൂമാസിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ തുടങ്ങിയ നോവലുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആനി തയ്യിൽ. കോഴിക്കോട് സാമൂതിരിക്ക് മുമ്പ് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ പദവി വഹിച്ചിരുന്നത് ആര്? വള്ളുവ കോനാതിരിയാണ് കോഴിക്കോട് സാമൂതിരിക്ക് മുമ്പ് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ പദവി വഹിച്ചിരുന്നത്. സൂർവംശ സ്ഥാപകൻ ഷേർഷയാണ് സൂർവംശം സ്ഥാപിച്ചത്. അടുത്തത് മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെടുന്നത് നാനാ ഫട്നാവിസ്
നാനാ ഫട്നാവിസ് ആണ് മറാത്ത മാക്കിയവെല്ലി എന്ന് അറിയപ്പെടുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ രചിച്ചത് ആരാണ്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിലെ വരികളാണ് ഇത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് തുടങ്ങുന്ന വരികൾ. അടുത്ത ചോദ്യം, ഡച്ചുകാരുമായി കേരളത്തിൽ ആദ്യമായി കരാർ ഉണ്ടാക്കിയ നാട്ടുരാജാവ്? സാമൂതിരി. ഇന്ത്യയിലേക്ക് ആദ്യം വന്ന ഡച്ച് പര്യടന സംഘത്തിന്റെ തലവനായിരുന്നു അഡ്മിറൽ സ്റ്റീവൻ വാൻ ഡർ ഹാഗൻ. അഡ്മിറൽ സ്റ്റീവൻ വാൻ ഡർ ഹാഗൻ ആണ് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന ഡച്ച് പര്യടന സംഘത്തിന്റെ തലവൻ. ഡച്ചുകാരുമായി കേരളത്തിൽ ആദ്യമായി കരാറുണ്ടാക്കിയ നാട്ടുരാജാവ് ആരായിരുന്നു? സാമൂതിരി. ഏറ്റവും ഉയരം കൂടിയ സമുദ്രോപരിതലത്തിലെ സജീവ അഗ്നിപർവ്വതം? ഒജോസ് ഡൻ സലാഡോ. ഒജോസ് ഡൻ സലാഡോ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം. 6887 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. തെക്കേ അമേരിക്കയിൽ ചിലി അർജന്റീന അതിർത്തിയിലാണ് ഈ പർവ്വതം ഉള്ളത്. അടിത്തട്ട് മുതൽ മുകൾ ഭാഗം വരെ കണക്കാക്കുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് അമേരിക്കൻ ഐക്യനാടുകളിലുള്ള ഹവായിയിൽ സ്ഥിതി ചെയ്യുന്ന മൗനാലോവ. മൗനാലോവയാണ് അടിത്തട്ട് മുതൽ മുകൾ ഭാഗം വരെ കണക്കാക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം. ഇതിന്റെ ഉയരം 9170 മീറ്റർ ആണ്. ഈ അഗ്നിപർവ്വതത്തിന് സമുദ്രനിരപ്പിന് മുകളിൽ 4207.3 മീറ്റർ ഉയരമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും മൗനാലോവയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം മൗനാലോവ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ്. ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതവും ഒളിമ്പസ് മോൺസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാലും ഒളിമ്പസ് മോൺസ്. അടുത്ത്, ഭൗമാന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തിയായി അന്താരാഷ്ട്ര എയറോനോട്ടിക് ഫെഡറേഷൻ അംഗീകരിച്ചിരിക്കുന്ന രേഖ? കാർമൻ ലൈൻ. കാർമൻ ലൈൻ ആണ് ഭൗമാന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തിയായി അന്താരാഷ്ട്ര എയറോനോട്ടിക്കൽ ഫെഡറേഷൻ അംഗീകരിച്ചിരിക്കുന്ന രേഖ. കപ്പലിൽ എത്ര ഭാരം കയറ്റാമെന്ന് സൂചിപ്പിക്കുന്ന രേഖയാണ് പ്ലിംസോൾ ലൈൻ. പ്ലിംസോൾ ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലിംസോൾ മാർക്ക് എന്ന് പറയുന്നത് കപ്പലിൽ എത്ര ഭാരം കയറ്റാമെന്ന് സൂചിപ്പിക്കുന്ന രേഖയാണ്. അടുത്തത്, ബുദ്ധന്റേത് എന്ന് കരുതുന്ന പല്ല് സൂക്ഷിച്ചിരിക്കുന്ന ടെമ്പിൾ ഓഫ് ദ ടൂത്ത് ഏത് രാജ്യത്തിലാണ്? ശ്രീലങ്ക. ടെമ്പിൾ ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ്. ഇവിടെയാണ് ബുദ്ധന്റേതെന്ന് കരുതുന്ന പല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മുടി സൂക്ഷിച്ചിരിക്കുന്ന ഹസ്രത്ത് ബാൽ പള്ളി ഉള്ളത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്. മുഹമ്മദ് നബിയുടേതെന്ന് വിശ്വസിക്കുന്ന മുടി സൂക്ഷിച്ചിരിക്കുന്നത് ഏത് പള്ളിയിലാണ്? ഹസ്രത്ത് ബാൽ പള്ളിയിലാണ്. ഇത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ഉള്ളത്. അടുത്തത്, സാർക്ക് എന്ന സംഘടനയുടെ സ്ഥാപക അംഗബലം? 7 അംഗങ്ങളാണ് സാർക്ക് എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ളത് 8 അംഗം. ഏറ്റവും അവസാനം സാർക്കിൽ ചേർന്നത് അഫ്ഗാനിസ്ഥാൻ. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. എന്നാൽ മുസ്ലിം രാജ്യം അല്ലാതിരിക്കുകയും എന്നാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളതുമായ രാജ്യമാണ് ഇന്ത്യ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് കസാഖിസ്ഥാൻ. ലോകത്തിൽ 9ാം സ്ഥാനം. DDT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ ആദ്യമായി നിർമ്മിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ? ഒത്മർ സീഡ്ലർ ആണ് DDT ആദ്യമായിട്ട് നിർമ്മിച്ചത്. DDTയുടെ ഫുൾ ഫോം ആണ് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. അടുത്തത്, DDTയുടെ കീടനാശക സ്വഭാവം കണ്ടെത്തിയ സ്വിസ് ശാസ്ത്രജ്ഞനാണ് പോൾ മ്യൂളർ.
പോൾ മ്യൂളർ ആണ് DDTയുടെ കീടനാശിനി സ്വഭാവം കണ്ടെത്തിയത്. DDT ആദ്യമായിട്ട് നിർമ്മിച്ചതാരാണ്? ഓത്മർ സീഡ്ലർ. അടുത്തത് ഇന്ത്യയുടെ വിദേശ ചാര സംഘടനയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ. ഇന്ത്യയുടെ ആഭ്യന്തര ചാര സംഘടനയാണ് ഇന്റലിജൻസ് ബ്യൂറോ. ആഭ്യന്തര ചാര സംഘടന എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. വിദേശ ചാര സംഘടനയാണ് റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്. റോ നിലവിൽ വന്നത് 1968-ലും ഇന്റലിജൻസ് ബ്യൂറോ നിലവിൽ വന്നത് 1887-ലുമാണ്. ഇതിന്റെ രണ്ടിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായത് YB ചവാൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായത്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. 1854 വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മെക്കാളയുടെ മിനിറ്റ്സ് ആണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വിക്ടോറിയ മഹാറാണിയുടെ 1858-ലെ വിളംബരം. വിക്ടോറിയ മഹാറാണിയുടെ 1858-ലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. അടുത്തത് ഇന്ത്യയിൽ 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ് ഉള്ളത്? ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പാണ് ഇന്ത്യയിൽ 1 രൂപ നോട്ടിൽ ഉള്ളത്. മറ്റെല്ലാ നോട്ടുകളിലും ഉള്ളത് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പാണ്. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായപ്പോൾ കറൻസി നോട്ടിൽ ഒപ്പുള്ള പ്രധാനമന്ത്രി എന്ന വിശേഷണം കിട്ടിയിട്ടുണ്ട്. കറൻസി നോട്ടിൽ ഒപ്പുള്ള മുൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൻമോഹൻ സിംഗ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയത് ഡോക്ടർ ജാൻസി ജെയിംസ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയത് 2009-ലാണ്. കാസർഗോഡ് സ്ഥാപിതമായ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ഡോക്ടർ ജാൻസി ജെയിംസ് ആയിരുന്നു. വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ മറിയാമ്മ വർഗീസ്. 1996-ലെ മുംബൈയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ജ്യോതി വെങ്കിടാചലം. ഇനി അടുത്തത് ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കൂടുന്നത് കാരണമുള്ള പാരമ്പര്യ രോഗം ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടണിസം. നിശാന്തതയുടെ മറ്റൊരു പേര് നിക്ടലോപ്പിയ. എന്താണ് വർണ്ണാന്ധതയുടെ മറ്റൊരു പേര്? ഡാൾട്ടണിസവും നിശാന്തതയുടേത് നിക്ടലോപ്പിയ. വർണ്ണാന്ധത പാരമ്പര്യജന്യ രോഗവും നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗവുമാണ്. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? പുരിയിലാണ് ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത്. കിഴക്ക് ഒഡീഷയിലെ പുരി, പടിഞ്ഞാറ് ഗുജറാത്തിലെ ദ്വാരക, വടക്ക് ഉത്തരാഖണ്ഡിലെ ബദരിനാഥ്, തെക്ക് കർണാടകയിലെ ശൃംഗേരി എന്നിവയാണ് ശങ്കരാചാര്യർ രാജ്യത്തിന്റെ 4 ദിശകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മഠങ്ങൾ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസോസിയേഷൻ ഫുട്ബോൾ മത്സരം FA കപ്പാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസോസിയേഷൻ ഫുട്ബോൾ മത്സരം. ഫുട്ബോൾ അസോസിയേഷൻ കപ്പ് എന്നതാണ് FAയുടെ പൂർണ്ണ രൂപം.
ഫുട്ബോൾ അസോസിയേഷൻ കപ്പ് എന്നതാണ് FA കപ്പിന്റെ പൂർണ്ണ രൂപം. 1871 FA കപ്പ് ആരംഭിച്ചത്. 1888 ആരംഭിച്ച ഡ്യൂറാൻസ് കപ്പാണ് ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ്. 1888 ആരംഭിച്ച ഡ്യൂറാൻഡ് കപ്പ്. അടുത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപം കൊണ്ടത്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപം കൊണ്ടത്. അടുത്തത് റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപം കൊണ്ടത് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്? നരസിംഹം കമ്മിറ്റി. റിസർവ് ബാങ്ക് രൂപം കൊണ്ട കമ്മിറ്റിയാണ് ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപം കൊണ്ടത്. ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥ സമർപ്പിക്കുന്നത് ആർക്കാണ്? കമല നെഹ്റുവിനാണ് ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥ സമർപ്പിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ ജയിലിലെ സഹ തടവുകാർക്കായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് ആണ് പത്തനംതിട്ട. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം കോഴിക്കോട്, കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല മലപ്പുറം, കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ട. അടുത്തത് റോമ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസറുടെ പേരിൽ അറിയപ്പെടുന്ന മാസം? ജൂലൈ മാസം. റോമ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസറുടെ പേരിൽ അറിയപ്പെടുന്ന മാസമാണ് ജൂലൈ മാസം. റോമ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറുടെ പേരിൽ അറിയപ്പെടുന്ന മാസം ഓഗസ്റ്റ്. റോമൻ ദേവനായ ജാനസിന്റെ പേരിലുള്ള മാസമാണ് ജനുവരി. റോമൻ ദൈവങ്ങളുടെ രാജാവായ ജൂപ്പിറ്ററിന്റെ ഭാര്യയായ ജൂനോയുടെ പേരിൽ അറിയപ്പെടുന്ന മാസമാണ് ജൂൺ. ഇന്ത്യയിൽ ആദ്യമായി വന നിയമം നിലവിൽ വന്നത് 1927 1927 ഇന്ത്യയിൽ ആദ്യമായി വന നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി വന നിയമം നിലവിൽ വന്നത് 1961. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യത്തെ മൂലകം ആക്ടിനിയമാണ് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യത്തെ മൂലകം. അവസാനത്തേത് സിർക്കോണിയം. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യത്തെ മൂലകം ആക്ടിനിയവും അവസാനത്തേത് സിർക്കോണിയം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ്. എന്താണ്? ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ് റെഡ് ലെഡ് ആണ്. അടുത്തത് വെളുത്ത ഗ്രാഫൈറ്റ് എന്നറിയപ്പെടുന്നത് ബോറോൺ നൈട്രേറ്റ് ആണ് വെളുത്ത ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആണ് 1900 പാരീസ് ഒളിമ്പിക്സ്. വനിതകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 1900 പാരീസ് ഒളിമ്പിക്സ്. ഒളിമ്പിക് ചരിത്രത്തിലെ ആദ്യ വനിതാ ജേതാവാണ് ലോൺ ടെന്നീസിൽ വിജയിച്ച ഷാർലറ്റ് കൂപ്പർ. ബ്രിട്ടനിലെ ഷാർലറ്റ് കൂപ്പർ ആണ് ലോൺ ടെന്നീസിൽ വിജയിച്ചത്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ജേതാവ്. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. സമഗ്ര ശിക്ഷ അഭിയാനാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന പദ്ധതി. അടുത്തത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മികച്ചതാക്കാനുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അടുത്തത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ അറബ് രാജ്യക്കാരനായിരുന്നു അൻവർ സാദത്ത് ആണ് നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ അറബ് രാജ്യക്കാരൻ. അദ്ദേഹം ഈജിപ്തുകാരനാണ്. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത് 1978. നൊബേൽ സാഹിത്യ സമ്മാനത്തിന് അർഹനായ ആദ്യ അറബ് സാഹിത്യകാരൻ നജീബ് മഹ്ഫൂസ്. അദ്ദേഹവും ഈജിപ്തുകാരനാണ്. 1988
നൊബേൽ സാഹിത്യ സമ്മാനത്തിന് അർഹനായത്. നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ അറബ് വനിതയാണ് തവക്കൽ കാർമൻ. 2011 യമൻകാരിയാണ്. അവര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനാണ് അർഹനായത്. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നുള്ളതാണ് മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം. മിസ് യൂണിവേഴ്സിന്റെ ആപ്തവാക്യം കോൺഫിഡന്റ്ലി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് മിസ് യൂണിവേഴ്സിന്റെ ആപ്തവാക്യം. മിസ് എർത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടീസ് ഫോർ എ കോസ് എന്നുള്ളതാണ് മിസ് എർത്തിന്റെ ആപ്തവാക്യം. അടുത്തത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. അടുത്തത് ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിൽക്കാനുള്ള കഴിവ്. കാറ്റിനേഷൻ എന്ന് പറയുന്നത് ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിൽക്കാനുള്ള കഴിവാണ്. ബറൈറ്റ് ഏത് ലോകത്തിന്റെ അയിരാണ്? ബറൈറ്റ് എന്ന് പറയുന്നത് ബേരിയത്തിന്റെ അയിരാണ് ബറൈറ്റ്. പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഇൻബാർ. പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരമാണ് ഇൻബാർ. ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ കഴിയുന്ന സവിശേഷത ഡാക്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാനുള്ള കഴിവാണ്. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ അയോഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. CH3CNO എന്ന രാസസൂത്രത്തിൽ അറിയപ്പെടുന്നത് മീഥൈൻ ഐസോസയനേറ്റ്. CH3CNO എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നത് മീഥൈൽ ഐസോസയനേറ്റ് ആണ്. അടുത്തത് ലെബ്ലാങ്ക് പ്രക്രിയ എന്തിന്റെ വ്യാവസായിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്? സോഡിയം കാർബണേറ്റിന്റെ ഉൽപാദന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ലെബ് ലാങ്ക്. അടുത്തത് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബസ്റ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്. ക്ലാവ് രാസപരമായി അറിയപ്പെടുന്നത് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ് ക്ലാവ് രാസനാമത്തിൽ രാസപരമായി അറിയപ്പെടുന്നത്. അടുത്തത് നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിതയാണ് മേരി ക്യൂറിയാണ് ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ വനിത. പൊളോണിയം, റേഡിയം എന്നിവ കണ്ടെത്തിയതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി. കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആലസവാതകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് സ്പോഞ്ചി അയൺ ആണ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ലൂസിഫറിനാണ് മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു. ആദ്യമായി ജലം കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലിയാണ് ജലം ആദ്യമായി കൃത്രിമമായിട്ട് നിർമ്മിച്ചത്. ഒരു ആറ്റത്തിന്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഇസഡ് ആണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. യൂണിഫൈഡ് മാസ് തിട്ടപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 12. യൂണിഫൈഡ് മാസ് തിട്ടപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജൻ ആണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം. ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്? ബോറോണിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത്.
റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ. ലിക്വിഡ് ഹൈഡ്രജൻ ആണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഓർബിറ്റ് അഥവാ ഷെൽ. എൻ ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ്ഷെല്ലുകളാണ് SPDF. ആർഗണിന്റെ ഇലക്ട്രോണിക് വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6. ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6. അടുത്തത് ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നതാണ് കൊഹിഷൻ. കൊഹിഷൻ എന്ന് പറയുന്നത് ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ടിന്നിന്റെ ഐസോടോപ്പുകളുടെ എണ്ണം 10. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഏറ്റവും ഭാരം കുറഞ്ഞ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയെ. അന്റോയിൻ ലാവോസിയെ ആണ് മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത്. സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറം നീല. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം നീല. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ്. അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. തീപ്പെട്ടി കവറിന്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ആണ് തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡൊബറൈനർ. ഡൊബറൈനർ ആണ് മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത്. സൂര്യനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം. സൂര്യനിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബോയിൽ. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മല്ലികൻ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിക്കൻ. മല്ലികൻ അല്ല, മില്ലിക്കൻ ആണ്. തുല്യ മേഘാവരണമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോനെഫ്. ഐസോനെഫ് എന്ന് പറയുന്നത് തുല്യ മേഘാവരണമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. LPGയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, സ്പ്രിംഗ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ. പാരാഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി. ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിബയോട്ടിക്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ. ഇലക്ട്രിക് കേബിളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന റബ്ബർ നിയോപ്രീൻ. നിയോപ്രീൻ ആണ് ഇലക്ട്രിക് കേബിളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന റബ്ബർ. ഹൈഡ്രജൻ ഓക്സിജനുമായി ചേരുമ്പോൾ ജലം ഉണ്ടാകുന്നതായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നതിന് സഹായകമാകുന്ന ജലത്തിന്റെ സവിശേഷത പ്രതലബലം. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നതിന് സഹായകമായ ജലത്തിന്റെ സവിശേഷതയാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. ജലത്തിന്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്.
അതായത് ജലം ഖരാവസ്ഥയിൽ എത്തുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും മിശ്രിതം പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡിന്റെയും നൈട്രജന്റെയും മിശ്രിതം. പാലിനെ ശുദ്ധീകരിക്കുന്നതിനായി 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയ പാസ്ചറൈസേഷൻ. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന അലസവാതകം ആർഗൺ. pHന്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡ്. അക്വാ ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം ടെലൂറിയം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹമാണ് ടെലൂറിയം. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15. ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന ഹാലജന്റെ രൂപം ഫ്ലൂറൈഡ്. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക്. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം സോഡിയം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദിമിത്രി മെൻഡലി. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. ഇനി ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്തിൽ ഇതില് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നോട്ട്സ് ഉണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ദിവസേന ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക.